സംഘടിച്ചു നിന്ന CPM-ന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ആൾക്കാരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ അക്രമം നടത്തുന്നത്. ഈ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഈ മതപാഠശാലയിലാണ് അവർ വന്ന് അക്രമികൾ ആക്രമിച്ചത്. എന്തുകൊണ്ട് വിപിൻ എന്ന് പറയുന്ന ഈ SHO എന്തുകൊണ്ട് ആ സ്ഥലത്തോടെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പള്ളിയിൽ പോയി ഒരു അന്വേഷണം നടത്തുവാനോ അതിനെതിരെ നടപടിയെടുക്കുവാനുള്ള ആർജവം എന്തുകൊണ്ട് ഈ SHO വിപിന് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിപിൻ്റെ കഷ്ടകാലത്തിലാണ് ഇതിനു മുമ്പോട്ട് വന്ന എല്ലാവരുടെയും ഒരു കഷ്ടകാലത്തിന് വേണ്ടിയിട്ടാണ് അവന്മാർ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് ചവിട്ടി പൊളിച്ച് കയറി അവിടെ നടക്കുന്ന വലിയൊരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിനാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മറ്റുള്ള ഏതെങ്കിലും മതസ്ഥരുടെ പള്ളിയിൽ കയറാൻ പറ്റുമോ? പള്ളിയിൽ കയറാൻ പറ്റില്ല. പള്ളിയിൽ കയറുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യും കാലും അടിച്ചൊടിച്ച് അവരിടും. ക്ഷേത്രത്തിനെതിരെ ഒരു തെറ്റായ ഒരു പ്രചരണം നൽകുക എന്നുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അന്ന് ആ രീതി നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിക്ക് വസ്ത്രം പോലും ധരിക്കാനുള്ള അവകാശമില്ല ഇവിടെ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വട്ടിയൂർക്കാവുള്ള നെട്ടയത്തുള്ള മലമുകളിൽ BJP CPM പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷമുണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ പരിക്ക് ഏറ്റിരുന്നു. ഇതിന് പിന്നാലെ തലസ്ഥാനത്തുള്ള ഇടപ്പഴഞ്ഞി എന്ന സ്ഥലത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോലീസ് കയറി BJP പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന നടപടി ഉണ്ടായിരുന്നു. ഈ പോലീസ് ഈ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി നടത്തിയ ഒരു അറസ്റ്റിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൂടാതെ സംസ്ഥാനത്തെ ഹിന്ദു ഐക്യവേദിയും ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് സംഘടനയുടെയും നേതാക്കൾ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ മലമുകൾ വിഷയത്തിൽ, അതായത് CPM BJP സംഘർഷമുണ്ടായ സമയത്ത് അവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ നിന്നും ഉൾപ്പെടെ ഈ വിറകും കല്ലും എടുത്തെറിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് പോലീസിനുൾപ്പെടെ ഈ ഒരു കല്ലേറിലും ഈ വിറക് എറിഞ്ഞതിനെ തുടർന്നും വലിയ രീതിയിൽ പരിക്ക് ഏൽക്കുന്നു, പ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്നു. എന്നാൽ ഈ പള്ളിയിലുമെല്ലാം തന്നെ ആരാണ് അതിക്രമിച്ച് കയറിയത്, അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസ് നിയമ നടപടി എടുക്കാത്തത് എന്നുള്ള ചോദ്യമാണ്. ഇതിനകത്ത് മലമുകളിൽ നടന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നഗ്നതാ പ്രദർശനം നടത്തിയ ബന്ധപ്പെട്ട ഒരു പരാതിയാണ് ആ വിഷയത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞതിന് ശേഷം ഇവരവിടെ വരികയാണ്. ആ സമയത്താണ് അവിടെ ഈ സംഘടിച്ചു നിന്ന CPM-ന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ അക്രമം നടത്തുന്നത്. അദ്ദേഹത്തിന് സുരക്ഷിതമായി കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്ന വാഹനം ഉൾപ്പെടെ അടിച്ചു തകർത്തു. പക്ഷേ അവിടുത്തെ ഒരു വ്യത്യസ്തത ഞങ്ങളിത് കാണുന്നത്, ഹിന്ദുമത പാഠശാലയിലേക്ക് ചവിട്ടി തുറന്ന് കയറി അവിടെ ഒരു നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ അവിടെ കയറി നിരവധികളായ കാര്യകർത്താക്കളെയും പ്രവർത്തകരെയും പാഠശാല പങ്കെടുത്തവരും മൃഗീയമായി മർദ്ദിച്ച് വിവസ്ത്രനാക്കി ഈ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ട് മലമുകളിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ക്രൈസ്തവ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പള്ളിയിൽ നിന്നാണ് കല്ലേറുണ്ടായത്. അവിടെ കയറി നിന്ന DYFIക്കാരുടെ നേതൃത്വത്തിലാണ് കല്ലേറുണ്ടായത്. അതിനകത്ത് CCTV ഉണ്ട്. എന്തുകൊണ്ട് വിപിൻ എന്ന് പറയുന്ന ഈ SHO എന്തുകൊണ്ട് ആ സ്ഥലത്തോടെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പള്ളിയിൽ പോയി ഒരു അന്വേഷണം നടത്തുവാനോ അതിനെതിരെ നടപടിയെടുക്കുവാനുള്ള ആർജവം എന്തുകൊണ്ട് ഈ SHO വിപിന് ഇല്ല എന്നുള്ളതാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ഈ വിപിൻ എന്ന് പറയുന്നത് പോലീസാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ പോലീസ് കാക്കിയിട്ട പോലീസല്ല, അവൻ DYFIയുടെ ഗുണ്ടയാണ്. ആ ഒരു തരത്തിലേക്കാണ് ഇതിനെ പെരുമാറുന്നത്. ഇതിനെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടായി. ഈ SHO വിപിനെതിരെ ഞങ്ങൾ പറഞ്ഞു, മലമുകളിലുള്ള CCTV ദൃശ്യം ഉൾപ്പെടെ ഉണ്ട്. മലമുകളിൽ നടന്ന കല്ലേറിൻ്റെയും വിറക് കഷ്ണം എടുത്തെറിയുന്നതിൻ്റെയും CCTV ഉൾപ്പെടെ ഉണ്ട്. എന്തുകൊണ്ട് പോലീസ് ആ കാര്യത്തിലേക്ക് അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ല? ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് ചവിട്ടി പൊളിച്ച് കയറി അവിടെ നടക്കുന്ന വലിയൊരു കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിനാണ് ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിനെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മലമുകളിൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് പരിക്കേറ്റതൊക്കെ ഈ DYFIക്കാർ കല്ലെറിഞ്ഞതിലാണ്. അവിടെ തടിക്കഷ്ണം എടുത്തെറിയുന്നത് DYFIക്കാരും CPMകാരുമാണ്. എന്തുകൊണ്ട് ആ കാര്യത്തിലേക്ക് അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ല? ഈ ഒരു കാര്യമാണ് നമ്മുടെ ഹിന്ദു സമൂഹം ചോദിക്കുന്നത്. ഈ പ്രവർത്തകനെ ഇവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകുന്നത്. ആ ഒരു സമയത്ത് എന്തെങ്കിലും രീതിയിൽ പരിക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ വിപിന്? അല്ല, ഇവിടെ വരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മുടെ 6 ഈ മതപാഠശാലയിൽ പങ്കെടുത്ത 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പരാതി കൊടുത്ത ബിനു ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പോലീസിൻ്റെ ഒരു പരാതിക്കാരനെ പോലും അത് വളരെ മൃഗീയമായാണ് വർദ്ധിക്കുന്നത്. 25ഓളം പോലീസ് ഈ മതിൽ ചാടി ഈ ഗേറ്റ് ചവിട്ടി തുറന്നു ഈ മതിൽ ചാടി ലോക്ക് ചവിട്ടി പൊളിച്ചാണ് ഇതിനകത്ത് കയറുന്നത്. അതിനകത്ത് കയറുന്ന സമയത്ത് ഈ പരാതിക്കാരൻ്റെ ഈ കണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വയർലെസ് കൊണ്ടിരിക്കുന്നത് വിപിൻ എന്ന് പറയുന്ന SHO ആണ്. വിപിൻ എന്ന് പറയുന്ന SHO ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ 6ഓളം പേര് മൃഗീയമായി മർദ്ദിക്കുകയാണ്. വിവസ്ത്രനാക്കി ഞങ്ങൾ CCTV ഉൾപ്പെടെ ഞങ്ങൾ നൽകാം. വിവസ്ത്രനാക്കിയിട്ടാണ് ഇവിടെ കല്യാണ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ്. ആ കല്യാണ ഫംഗ്ഷൻ നിരവധി ആൾക്കാരുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് വിവസ്ത്രരാക്കി ഈ ഭീകരവാദികളെ പോലും ഈ ഒരു തലത്തിലേക്ക് പോലീസ് അറസ്റ്റ് ചെയ്യാറില്ല. ആ ഒരു തലത്തിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തെ
ക്ഷേത്രത്തിനെതിരെ ഒരു തെറ്റായ ഒരു പ്രചരണം നൽകുക എന്നുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അന്ന് ആ രീതി നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിക്ക് വസ്ത്രം പോലും ധരിക്കാനുള്ളൊരു അവകാശമില്ല ഇവിടെ. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അദ്ദേഹം കൊലക്കേസിൽ പ്രതിയാണ്, അല്ലെങ്കിൽ ഇവിടെ രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ്. ഹിന്ദു മത പാഠശാലയിൽ പങ്കെടുത്തവരെയാണ് ഈ തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി. മൃഗീയമായ മർദ്ദനമാണ്. അങ്ങനെ 4 പേർക്ക് നല്ല രീതിയിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട്. നട്ടലിന് വരെ പരിക്കേറ്റിട്ടുണ്ട്. ബിനുവിന് നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അയ്യപ്പനും അഭിലാഷിനും അരുണിനും ഇത്തരത്തിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അതിനെതിരെ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് മർദ്ദിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ ഇതിനുള്ളിൽ തുറക്കാത്തതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അതിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞതിന് ശേഷം അതിനുള്ളിൽ കൂടി അകത്ത് കയറിയതിന് ശേഷമാണ് ഈ ലോക്ക് തുറന്ന് അതിനുള്ളിൽ കയറുന്നത്. ഈ 25ഓളം പോലീസുകാർ ഒരാളെ 3-4 പേര് ചേർന്ന് നിന്നിട്ടാണ് മർദ്ദിക്കുന്നത്. അതിൽ നട്ടലിന് പരിക്ക് പറ്റിയ ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു തരത്തിലേക്ക് ലാത്തി കൊണ്ട് ഇടിച്ചതിൻ്റെ പാടുകൾ എല്ലാം ഉണ്ട്. ബൂട്ട് കൊണ്ട് ചവിട്ടിയതിൻ്റെ പാടുകളുണ്ട്. വളരെ മൃഗീയമായിട്ട് ഒരു ഗുണ്ടാ സംവിധാനമായിരുന്നു ഇവിടെ അന്ന് ഓപ്പറേറ്റ് ചെയ്തത്. പോലീസിലെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരെയാണ് ഇതിന് കൊണ്ടുവന്നത്. ഇത് മാത്രമല്ല, ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസിൻ്റെ വാഹനത്തിലുള്ള അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. പോലീസ് ഇങ്ങനെ മൃഗീയമായുള്ള മർദ്ദനം പോലീസിൻ്റെ വാഹനത്തിനുള്ളിൽ വെച്ച് മൃഗീയമായി ഈ പ്രവർത്തകരെ മർദ്ദിക്കുകയുണ്ടായി. ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇത് പറയാൻ പോലീസ് തയ്യാറാവണം. സംരക്ഷണ സമിതിയുടെ അധീനതയിലുള്ള ഈ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഈ മതപാഠശാലയിലാണ് അവർ വന്ന് അക്രമികൾ ആക്രമിച്ചത്. എന്നുവെച്ചാൽ മതപാഠശാല എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മമാരും എല്ലാവരും കൂടെ ചേരുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ അമ്മമാർ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പുറത്തിറങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മുടെ മറ്റുള്ള മതപാഠശാലയിലെ ഒരു 5-6 നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഇരിക്കുകയും ആ സമയത്താണ് ബലം പ്രയോഗിച്ച് അകത്ത് വരികയും പൂട്ടിയിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടിവാൾ കൊണ്ടുവന്നിട്ട് അത് അറുത്ത് കളയുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ചെയ്യുവാനായിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ഈ ക്ഷേത്രം ആയതുകൊണ്ടാണോ അവരങ്ങനെ ചെയ്യുന്നത്? അതാണ് നമ്മൾ അറിയേണ്ടത്. ഈ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്നത് അവരാലോചിക്കേണ്ട ഒരു കാര്യം, RSS എന്ന് പറയുന്ന ഒരു വലിയ വടവിഷത്തിൻ്റെ കൂടെയുള്ളതാണ്. ഇതെല്ലാം ചവിട്ടി പുറത്ത് വന്നവരാണ് നമ്മൾ. അപ്പോൾ ഇതിന് എഗൻസ്റ്റായിട്ട് നമ്മുടെ അമ്മമാർ കേസ് കൊടുക്കാനായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം. ഇവിടെ ഈ പോലീസുകാർ വിപിനും മറ്റുള്ളവരും വരുമ്പോൾ അവർക്കൊപ്പം വനിതാ പോലീസ് വന്നിട്ടില്ല. അത് CCTVയിൽ അവർക്ക് നോക്കുമ്പോൾ താങ്കൾ ഉൾപ്പെടെ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായി. ഞങ്ങൾ പുറത്തിറങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. ഞാനും കൂടെ വന്ന് ഞങ്ങൾ പോയതിന് ശേഷമാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് അരമണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ലല്ലോ. അതെന്താണ് അവർ മനസ്സിലാക്കാത്തത്? അപ്പോൾ ഈ വിപിനായാലും ആര് തന്നെ ആയാലും നമ്മൾ ഇതിന് എഗൻസ്റ്റായിട്ട് കേസ് എടുക്കുക തന്നെ ചെയ്യും. വിപിനെ ഈ സ്ഥലത്തു നിന്നും മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ളത് ഏത് അറ്റം വരെ പോയാലും ഞങ്ങൾ കേസോടുകൂടി തന്നെ പോകും. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ നമ്മുടെ സഹോദരിമാരെ അവിടെ വെള്ളം അടിച്ച് അത് നശിപ്പിച്ചു. ഇതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ. അയാൾ പണ്ടത്തെ DYA ഇതിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയും. ഇവൻ കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ല, എന്തൊന്നായാലും നമുക്ക് പ്രശ്നമില്ല. ഇവൻ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമ്മളിൽ ഒരാളല്ലേ, മറ്റുള്ളവരെ സേവിക്കേണ്ട ആളല്ലേ. അതെന്താ അയാൾ മനസ്സിലാക്കാത്ത? പണ്ട് എനിക്ക് അങ്ങനെ ഭയമുള്ള കൂട്ടത്തിലല്ല. കാരണം മനോജ് എബ്രഹാമിൻ്റെ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരു സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്, അതറിയാം. അപ്പോൾ അങ്ങനെ അതിനുശേഷം അവരൊക്കെ അങ്ങ് ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വിപിനെ പോലുള്ള ചോട്ടാമോട്ട ആൾക്കാർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവനെല്ലാം അടിച്ചു ഒതുക്കുമെന്നുള്ളതിന് സംശയമില്ല. അതുമില്ല, ഇവനൊക്കെ വിചാരിക്കേണ്ട ഒരു കാര്യം, ഒരു 58-56 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ആയി കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നവന്മാരെല്ലാം എന്താണെന്നറിയുമ്പോൾ, ഒന്ന് വീട്ടിൽ അസുഖമായിരിക്കും, ഇല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടന്നിട്ടില്ല, ഇല്ലെങ്കിൽ ജോലിയായിട്ടില്ല, 4 കാലിട്ടടിക്കും. ആ സമയത്താണ് ഇപ്പോഴും നമുക്കറിയാം, റിട്ടയർ ആയി കഴിയുമ്പോൾ ഓരോരുത്തന്മാർ അമ്പലങ്ങളിൽ വരും. എന്തിനാണെന്നറിയാമോ? ദൈവത്തോടെ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളെപ്പോലുള്ളവർ സനാതനധർമ്മത്തെ മുറുകെ പിടിച്ച് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ വരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാ. ഇല്ലെങ്കിൽ ഈ കുമാരരാമക്ഷേത്രത്തിൽ ഇത്രയും ജനങ്ങൾ വരുമോ? നിങ്ങൾ സ്കന്ദഷഷ്ടി ദിവസം അല്ലാത്ത ദിവസം ഷഷ്ടി ദിവസമൊക്കെ വന്ന് നോക്കിയാൽ ഇത്രയും വരുമോ? ഈ കുമാരസ്വാമി എന്ന് പറയുന്ന എന്തർമ്മ എല്ലാവരെയും കൂടെ യോജിപ്പിച്ച് സേനാധിപനായിട്ട് നിൽക്കുന്ന ആളാണ്. എന്തായാലും ഈ വിപിൻ്റെ കഷ്ടകാലത്തിലാണ്. ഇതിന് മുമ്പോട്ട് വന്ന എല്ലാവരുടെയും ഒരു കഷ്ടകാലത്തിന് വേണ്ടിയിട്ടാണ് അവന്മാരിങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് പറയുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് പോട്ടെ. പിന്നെ യവന്മാർക്ക് പറ്റുമോ ഒരു മറ്റുള്ള ഏതെങ്കിലും മതസ്ഥരുടെ പള്ളിയിൽ കയറാൻ പറ്റുമോ? പള്ളിയിൽ കയറാൻ പറ്റില്ല. പള്ളിയിൽ കയറുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യും കാലും അടിച്ചൊടിച്ച് അവരിടും. അപ്പം അതൊന്നും ചെയ്യാതെ നമ്മൾ ഒതുങ്ങി ആത്മീയമായിട്ട്
ആത്മീയമായിട്ട് സനാതനധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇതാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. അങ്ങനെയുള്ള ഞങ്ങളുടെ അധീനയിലുള്ള നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള കുമാരാരാമൻ ക്ഷേത്രത്തിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് പോയി കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ ശശികല ടീച്ചറിനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പോയി കേസ് കൊടുക്കാനിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വമില്ല. എനിക്ക് സുരക്ഷിതത്വം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഓരോ വ്യക്തിക്കും സുരക്ഷിതത്വമില്ല. ഞാനൊരു അമ്മയെന്നുള്ള രീതിയിൽ എനിക്ക് പോലും വിഷമം വരുമ്പോൾ മറ്റുള്ളവർക്ക് സുരക്ഷിതം ഉണ്ടോ? അത് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം നെട്ടയത്തുള്ള മലമുകളിലുള്ള ഈ ഒരു സ്ഥലത്ത് സംഘർഷം നടക്കുന്ന സമയത്ത് അവിടെയുള്ള പള്ളിയിൽ നിന്നും ഉൾപ്പെടെ വിറകുകളും കല്ലുകളും എടുത്ത് എറിഞ്ഞുകൊണ്ട് പോലീസിനും അതുകൂടാതെ പ്രവർത്തകർക്കും ഉൾപ്പെടെ പരിക്ക് ഏറ്റിരുന്നു. ഈ പള്ളിക്കുള്ളിൽ ആരാണ് പ്രവേശിച്ചത്, അതിക്രമിച്ച് കയറിയത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ അതിക്രമിച്ച് കയറി, അതായത് ഈ ഒരു പരിപാവനമായ സ്ഥലത്ത് അതിക്രമിച്ച് കയറിയവർക്കെതിരെ ഇതുവരെയും പോലീസ് കൃത്യമായ നിയമ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. ഇതിന് പിന്നാലെയാണ് BJP പ്രവർത്തകരെ ഇത്തരത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയും അതുകൂടാതെ ഈ ഒരു പള്ളിയിൽ പ്രവേശിച്ചുകൊണ്ട് ഇത്തരത്തിൽ അതിക്രമം അഴിച്ചുവിട്ട പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരും അതുകൂടാതെ ക്ഷേത്ര സംരക്ഷണ സമിതി നേതാക്കളും ഉയർത്തുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.